RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. എല്ലാ പ്രിയപ്പെട്ട RPFന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ സെഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ RPF എക്സാമിനുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്കമിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെലക്ടഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എൻട്രി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പോൾ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമ്മളിലേക്ക് കടക്കുകയാണ്. RPF എക്സാമിനേഷൻ റെയിൽവേന്റെ തൊട്ട് എക്സാം ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നോക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത് നമുക്ക് പറയാതെ തന്നെ നമുക്കറിയാം. അപ്പൊ ഇനി അങ്ങോട്ട് പുതിയ പുതിയ ടോപ്പിക്സ് പഠിക്കാതെ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതെ നമ്മൾ മാക്സിമം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു പോലുള്ള കാര്യങ്ങൾ പോളിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാർക്ക് ഫാക്ടറിങ് അല്ലെങ്കിൽ മാർക്ക് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് ഇന്ത്യൻ പോളിറ്റി അല്ലെങ്കിൽ ജനറൽ പോളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യുന്നത് മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പൊ എങ്കിലാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സമയം കളയുന്നില്ല, നേരെ നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് RPFന് എക്സാമിന് ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എക്സാം എഴുതി ശീലമുള്ള ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറയാം. ഇപ്പൊ ഈ ക്വസ്റ്റിന്റെ കേസ് എടുക്കാം. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഈസ് അപ്പോയിന്റഡ് ബൈ ദി ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 76 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 പ്രകാരം, ആർട്ടിക്കിൾ 76 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആരാണ്, അല്ലെങ്കിൽ ഏതാണ്? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ പറ്റിയാണ്. ഇത് ആർട്ടിക്കിൾ 76 പറ്റിയാണ് ചോദിക്കുന്നത്. സോ നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നത് ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് പാർട്ട് 5 എന്ന് പറയുന്ന ഒരു മേഖലയാണ്. പാർട്ട് 5 എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ആ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. പാർലമെന്റ് ഒക്കെ ഉണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്, അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസ് നിന്ന് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് പാർട്ട് 5 ആണെന്ന് ഏകദേശം ധാരണയുള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് പാർട്ട് 6 വരുന്നതാണ്, സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി ഈ പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ബാക്കി 3 വ്യക്തികളും ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സ് ആണ്. അപ്പൊ ഇവരിൽ നിന്ന് ആർക്കാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 76 എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യൻ പാർലമെന്റ്, ആ ഒരു മേഖലയിൽ വരുന്നതാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും അവിടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരുന്നില്ല. ഇനി അതല്ല, നമുക്ക് ഈ പറയുന്ന CAG എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ഓഡിറ്റിന്റെ ഏറ്റവും വലിയ ഹെഡ് ആയിട്ടുള്ള CAG പോലുള്ള ഓപ്ഷനിലേക്കും അവിടെ വരുന്നില്ല. സോ നമുക്ക് അവിടെയും നമുക്ക് ഓപ്ഷൻസ് നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് ശരിയായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒട്ടും അറിയുന്നില്ല, ഈ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഓപ്ഷൻ അവിടെ നിർമ്മിക്കുക. ഓക്കെ, ഓപ്ഷൻ ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യുക? മനസ്സിലേക്ക് ഇതുപോലൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് പോകാം. അല്ലാതെ നെഗറ്റീവ് ഒരിക്കലും വാങ്ങിക്കരുത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം, നമുക്ക് ഓപ്ഷൻസ് നിന്ന് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എങ്ങനെ എത്താൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മൾ പറഞ്ഞത്. എലിമിനേറ്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് അറിയുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് സ്കിപ്പ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടിപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടിപ്പ് പറയാം. ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി അഡ്വക്കേറ്റ് ജനറൽ ആണ്. അതുകൊണ്ട് ആ ഓപ്ഷൻ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി നേരെ മറിച്ച് ഇവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടെ പറയുന്നത് വെച്ചാൽ, ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്.
അതിപ്പോൾ UPSCയുടെ ചെയർമാൻ ആയിക്കോട്ടെ, ഈ പറയുന്ന അറ്റോർണി ജനറൽ ആയിക്കോട്ടെ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിക്കോട്ടെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, ഇനി അതല്ല നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട മറ്റ് പോസ്റ്റുകളൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ ഈ പറയുന്ന ഭരണഘടനാ തലപ്പത്തിരിക്കുന്ന ആളുകളെയും അപ്പോയിന്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. സോ ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തു വെക്കണം. ഹു അപ്പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ചോദിക്കാൻ പറ്റുന്ന, ഇനിയും ചോദിക്കാൻ പറ്റുന്ന, ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കൺസെപ്റ്റുവലി ഈ പറയുന്ന അപ്പോയിന്റിംഗ് അതോറിറ്റിയെയും ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് റിവൈസ് ചെയ്തിട്ട് പോകാം. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 76 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരെ പറ്റി പറയുന്നു? അറ്റോർണി ജനറലിനെ പറ്റി പറയുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ ആണോ വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ മെയിൻ കണ്ടന്റ് ഓഫ് ദി 4th ഷെഡ്യൂൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന 12 ഷെഡ്യൂളുകളിൽ 4ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കോണ്ടന്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓത്ത് ആൻഡ് അഫർമേഷൻ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് നെയിം ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഈ ഓപ്ഷൻസിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഒരു സംഭവം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ആസാം, മേഘാലയ, ത്രിപുര ഒഴികെയുള്ള കാര്യങ്ങളും, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 5ഉം 6ഉം ഷെഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓത്ത് ഓർ അഫർമേഷൻ എന്ന് പറയുന്നത് 3rd ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതും അവിടെ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നെയിം ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് 1st ഷെഡ്യൂളിൽ വരുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ രാജ്യസഭാ സീറ്റ് അഥവാ രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അതിന്റെ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓപ്ഷൻ ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പൊ എന്ത് ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ പാർട്സും ഷെഡ്യൂൾസും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്ന് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നുണ്ട്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 58, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതുപോലുള്ള വലിയൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഭൂരിഭാഗം കാൻഡിഡേറ്റ്സിന്റെ ഒരു താല്പര്യം വലിയ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും, അത് ഭയങ്കര ടഫ് ആണെന്ന് വിചാരിച്ച് നമ്മളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ച് സ്കിപ്പ് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 58 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നേരിട്ട് തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 58 എന്താണെന്ന് പറയുന്നുണ്ട്. നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ ദി എലക്ഷൻ ആസ് പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എലിജിബിലിറ്റി ആണ് പറയുന്നത്. അൺലെസ് ഹി ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഹാസ് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് ഡാഷ് ആൻഡ് ഈസ് ക്വാളിഫൈഡ് ഫോർ ദി എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ലോക്സഭ അല്ലെ. ലോക്സഭയിലെ അംഗമാവാൻ വേണ്ട യോഗ്യതകൾ ആർക്ക് വേണം? ഇന്ത്യൻ പ്രസിഡന്റിന് വേണം. അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അദ്ദേഹം എത്ര വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 58 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ നേരെ മറിച്ച് ഇവിടെ ആർട്ടിക്കിൾ 58 എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എക്സാമിന്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ആ ഏജിന്റെ ക്രൈറ്റീരിയ ആണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇന്ത്യൻ സിറ്റിസൺ, ഈ പ്രസിഡന്റ് ആവണമെങ്കിൽ ബേസിക് ക്രൈറ്റീരിയ ഇന്ത്യൻ സിറ്റിസൺ ആവണം. ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റും കൈകാര്യം ചെയ്യാൻ പാടില്ല. പിന്നെന്താ, 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെ. 35 വയസ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ലോക്സഭാ അംഗത്തിന് വേണ്ട മിനിമം യോഗ്യതകളെല്ലാം തന്നെ എന്താണ് ഈ പറയുന്ന വ്യക്തിക്കും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതിന് ഒപ്പം തന്നെ ഒരു ക്ലൂ തന്നെ പറയുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂട്ടുകാർ എക്സാമിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയുന്ന മിനിമം പ്രായയോഗ്യത, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണെങ്കിൽ 21 വയസ്സ്, ലോക്സഭയാണെങ്കിൽ 25 ഇയേഴ്സ് ആണ് ഒരു ലോക്സഭ അംഗമാവാൻ വേണ്ട വ്യക്തിയുടെ മിനിമം പ്രായയോഗ്യത എന്ന് പറയുന്നത്. രാജ്യസഭ MP ആണെങ്കിൽ 30 വയസ്സാണ് വേണ്ടത്. ഓക്കെ, ഒരു MLA ആവാൻ വേണ്ടതും 25 വയസ്സ് തന്നെയാണ്. ഇനി ഒരു MLC ആവണമെങ്കിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് എപ്പോഴും ആവണമെങ്കിൽ 30 വയസ്സ്. നമുക്കറിയാം, എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്, രാജ്യസഭ സെൻട്രൽ എന്താണോ അതിന് തുല്യമായിരിക്കും സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ അതിന് വളരെ തുല്യമായിരിക്കും. പെർമനന്റ് ബോഡി ആണെന്നൊക്കെ നമ്മൾ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഏജ് ക്രൈറ്റീരിയ രണ്ടും സിമിലർ ആണ്. ലോക്സഭ എന്ന് പറയുന്നതും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ 25 ആണ് ഇവിടെ ഏജ് ബ്രാക്കറ്റ് വരുന്നത്. അവിടെ മിനിമം ഏജ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ഇനി പ്രസിഡന്റിനും ഗവർണർക്കും മിനിമം പ്രായയോഗ്യത വേണ്ടത്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ആകാനുള്ള മിനിമം പ്രായയോഗ്യത 35 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. ഇനി മാക്സിമം എത്ര ടൈം വരെ ഷെഡ്യൂൾ ഇവർക്ക് അവരുടെ സേവനം ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ടൈം ഇല്ല. ഓക്കെ, മാക്സിമം എത്ര ഏജ് വരെ ഇവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയമില്ല. ഓക്കെ, നേരെ മറിച്ച് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എക്സാമിന് പോയിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ മക്കളെ, നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ജഡ്ജസ്, മറ്റ് ഹൈക്കോടതിയിലെ ജഡ്ജസ്, UPSCയുടെ ചെയർമാൻ, മറ്റ്
അംഗങ്ങൾ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അതിന്റെ ഉള്ള ആ ഒരു ടേം ഒക്കെ ഉണ്ടല്ലോ, 6 years ഓഫ് 65 years ഓഫ് ഏജ്, പിന്നെ ആരൊക്കെയാണ് ഹൂ ഹോൾഡ്സ് എ പൊസിഷൻ അൺടിൽ ദേ ഹാവ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്തിട്ട് പോകണം. കാരണം അറിയുമെങ്കിൽ പോലും എക്സാമിന് പോകുന്ന സമയത്ത് ഹോളിനകത്ത് വെച്ച് നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഒരു അമെന്റ്മെന്റ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വാസ് ആഡഡ് ബൈ ദി 97th അമെന്റ്മെന്റ് ആക്ട് 2011? 2011 അമെന്റ്മെന്റ് 97ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ കൺസെപ്റ്റ് എന്താണെന്ന് അറിയണം, ഇവിടെ അമെന്റ്മെന്റ് എന്താണെന്ന് അറിയണം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഏതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഓപ്ഷൻ എ യൂണിഫോം സിവിൽ കോഡ് ഫോർ ഓൾ സിറ്റിസൺസ്, ഓപ്ഷൻ ബി സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ സി പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓക്കെ, ഓപ്ഷൻ ഓഫ് ഈ പറയുന്ന വില്ലേജ് പഞ്ചായത്തിന്റെ കൺസെപ്റ്റ് തുടക്കം മുതലുണ്ട്. സിവിൽ കോഡ് അല്ല. ഈ പറയുന്ന ഏതാണ് ശരി ഉത്തരം നിങ്ങൾക്ക് കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആർട്ടിക്കിൾ 43B ആണ് 97th അമെന്റ്മെന്റ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടന്നു വരുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 97th അമെന്റ്മെന്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് 9B ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് 43B പറഞ്ഞിരിക്കുന്നത്. അതാണ് 97th അമെന്റ്മെന്റ് 2011 കൊണ്ടുവന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് കടന്നു വരുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ബോറോ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അയർലൻഡിൽ നിന്ന് ബോറോ ചെയ്ത ഒരു ഫാക്ടറാണ് DPSP. അപ്പൊ അതിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. യൂണിഫോം സിവിൽ കോഡ് അറിഞ്ഞിരിക്കുക. ഗോവ, ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which article of Indian Constitution mentions that every religious denomination or section shall have the right to own and acquire movable and immovable property? അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലീജിയസ് ടു ഫ്രീഡം ആയിട്ട് വരുന്ന, ഫ്രീഡം ടു റിലീജിയൻ എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ പറയുന്ന മതപരമായിട്ട് വരുന്ന ഡിനോമിനേഷൻസ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇമൂവബിൾ ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഈ പറയുന്ന കൈവശം വെക്കാൻ പറ്റും എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഓപ്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ 24 അല്ല, 25 അല്ല, 28 അല്ല, ആൻസർ 26 ആണ്. 26 ആണ്. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 26ൽ C ആണ് ഈ പറയുന്ന ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എന്താണ്, മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ അവർക്ക് സ്വത്ത്, ഈ പറയുന്ന പ്രോപ്പർട്ടി വിച്ചവർ മേ ബി ഏത് രൂപത്തിലാണെങ്കിലും, വാഹനമാണെങ്കിലും ഈ പറയുന്ന ബിൽഡിംഗ് ആണെങ്കിലും ആ രീതിയിൽ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ചോദിച്ചാൽ 26C ആണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ അറിഞ്ഞിരിക്കുക. അതല്ല 26 ആണ് ഓപ്ഷനിൽ എന്നെങ്കിൽ 26 ആണെങ്കിലും ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, which article of Indian Constitution mentions that no person shall be prosecuted and punished for the same offense more than once? ഒന്നിൽ കൂടുതൽ തവണ ഒരേ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കരുത് എന്ന് പറയുന്ന ഇന്ത്യൻ ആർട്ടിക്കിൾ ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണ്? ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് കൂട്ടുകാർക്ക് ഒരു ഹിന്റ് തരാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് മേഖല നിങ്ങൾ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നില്ലെങ്കിലും തലേ ദിവസമെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്തിട്ട് പോകാം. ഒരു ഭൂരിഭാഗം എക്സാം നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റിലേക്ക് നടക്കുന്ന എക്സാംസിലേക്കും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ റിസൾട്ട്. ഓക്കെ, കാരണം വെച്ചാൽ അത് വളരെ ഫേവറേറ്റ് ആണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഇനി നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദി സെയിം ഒഫൻസ് മോർ ദാൻ വൺസ് എന്ന് പറഞ്ഞാൽ നോ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്ന ഒരു പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. അത് 19(1) അല്ല, 22 അല്ല, റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാണ്. പക്ഷെ എന്താണ്, ആർട്ടിക്കിൾ 20യിലാണ് വരുന്നത്. ഓക്കെ, 20ൽ 2 ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 20യും 21 നാഷണൽ എമർജൻസിയുടെ സമയത്ത് പോലും എന്ത് ചെയ്യാൻ പാടില്ല, സസ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഓർത്തു വെച്ചേക്കുക. ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇല്ലാത്ത ഒന്നിൽ കൂടുതൽ തവണ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. പ്രതി തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വാദിയാവാൻ അല്ലെങ്കിൽ സാക്ഷിയാവാനായിട്ട് പാടില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 20ൽ പരാമർശിക്കുന്നുണ്ട്. ഓർത്തു വെക്കുക, എക്സാമിന് പോകുമ്പോൾ റിവൈസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ
DPSP അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSPയുടെ കീഴിൽ വരാത്തത് ഏതാണ്? കണ്ടില്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ DPSP എന്താണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്ന ആൾക്ക് ഏതാണ് അതിൽ ഉൾപ്പെടാത്തത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ DPSP ഓപ്ഷൻസ് തന്നെ ക്യാൻസൽ ചെയ്യാം. ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ DPSPയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 44 ആണ് അല്ലെ? ആർട്ടിക്കിൾ 44 ആണ് ആ പറഞ്ഞ കാര്യങ്ങൾ. ഓർഗനൈസേഷൻ വില്ലേജ് പറയുന്നത് ആർട്ടിക്കിൾ 40 ആണ്. ഓക്കെ, അതും ആ പറയുന്ന DPSPയിൽ ഉൾപ്പെടുന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർട്ടിക്കിൾ 43B ആണ്. അപ്പൊ പിന്നെ ഏതാണുള്ളത്? ഇന്ത്യൻ ലോക്കൽ ലാംഗ്വേജസ്. ഇന്ത്യൻ ലോക്കൽ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യണമെന്ന് എവിടെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പരാമർശിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക്. SSCയിലും ചോദിച്ചിട്ടുണ്ട്, RRBയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യം, എൻടയർ സാലറി അലവൻസസ് ആൻഡ് പെൻഷൻസ് ഓഫ് ദി ചെയർമാൻ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ ചാർജ്ഡ് ഓൺ ദി ഡാഷ്. ഈ പറയുന്ന ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോത്ത് A and B എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്താണെന്ന് അറിയണം. ഇന്ത്യയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ കാര്യങ്ങളും പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഓക്കെ, കണ്ടിൻജൻസി എന്ന് വെച്ചാൽ ആപത്ത് സമയത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടാക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് സ്പെൻഡിങ്സ് അല്ലാത്ത ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം നമ്മൾ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, പബ്ലിക് അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന സേവിങ്സ്, പോസ്റ്റൽ സേവിങ്സ്, നാഷണൽ ഡിഫൻസ് സേവിങ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇൻഷുറൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആ പറയുന്ന ഓപ്ഷൻസിൽ നിന്ന് ഈ പറയുന്ന UPSCയുടെ ചെയർമാൻ ആയിക്കോട്ടെ, മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സാലറി ആയിക്കോട്ടെ, എല്ലാ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്സും വരുന്നത് ഓപ്ഷൻ എയിൽ നിന്നാണ്. ഒരിക്കലും എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യരുത്, കണ്ടിൻജൻസി ഫണ്ടോ പബ്ലിക് അക്കൗണ്ടോ എന്ന് എഴുതി വെക്കരുത്. കാരണം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്ത് സ്പെൻഡിങ്സ് ഉണ്ടെങ്കിലും അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും. ഓക്കെ, അല്ലാതെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക് അക്കൗണ്ട് എന്ന് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാൻ അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ആൻസർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഹു കോൾഡ് ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയെ പറ്റി, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ പ്രിയമ്പിളിനെ പറ്റി പലരും പല വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയ ജാതകം അഥവാ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്ന് നമ്മുടെ പ്രിയാമ്പിളിനെ പരാമർശിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പല വിശേഷണങ്ങളും പല ആളുകളും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീനോട്ട് ആണെന്നും ഐഡന്റിറ്റി കാർഡ് ആണെന്നും അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നൊക്കെ പല ആളുകളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഉത്തരം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ BR അംബേദ്കർ അതിനെപ്പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹാർട്ട് ആൻഡ് സോൾ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. NA പൽക്കിവാല എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡോക്ടർ KM മുൻഷി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല, നേരെ ആൻസറിലേക്ക് പോകുന്നു. എന്താണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ? ഡോക്ടർ KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകമാണ് ആമുഖം പ്രിയാമ്പിളിന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് രാഷ്ട്രീയ ജാതകം എന്ന് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നോക്കിയിട്ട് പോകണം? പ്രിയാമ്പിൾ എന്താണെന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, എന്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകണം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, which of the following articles of Indian Constitution mentions that the Vice President of India shall be the ex officio chairman of Council of States? രാജ്യസഭയുടെ ex officio chairman ആണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 53 ഈ സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യൻ പ്രസിഡന്റ്. എക്സിക്യൂട്ടീവ് യൂണിയൻ ഓഫ് ഹെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്, അതല്ല. 74 എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റിയാണ്, അല്ല. ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ പറ്റി പ്രൊവിഷൻ പറയുന്നതാണ്, അതല്ല. ആർട്ടിക്കിൾ 89(1) ആണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരം. ആർട്ടിക്കിൾ 89 ആണ് പറയുന്നത് there shall be a chairman and deputy chairman of the council of states and Indian vice president shall be the ex officio chairman of the council of states എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 89 1 ആണ്. ഓക്കെ, ആ ആർട്ടിക്കിൾസ് ഒന്ന് നോക്കിയിട്ട് പോവാ, തീർച്ചയായിട്ടും എക്സാമിന് ഗുണം ചെയ്യും, മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, ടു അബൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് respect its ideals and institutions, the national flag, the national anthem, etc. It is a dash mentioned in the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നത് എന്താണ്? ഭരണഘടനയോടും ഇന്ത്യൻ ദേശീയ പ്രാധാന്യമുള്ള ദേശീയ പതാക, ദേശീയ ഗാനം, ഈ പറയുന്ന ദേശീയ ആന്തം പോലെയുള്ള കാര്യങ്ങൾ അതിനോട് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. TPSP ആണോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ, സിറ്റിസൺഷിപ്പ് ആണോ? ഈ പറയുന്ന കാര്യം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഒരു പൗരന്റെ പൊതു മൗലികമായിട്ടുള്ള കർത്തവ്യമാണ് രാജ്യത്തോട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുലർത്തുക എന്നുള്ളത്.
ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ പ്രൊവിഷൻ ദാറ്റ് മാൻഡേറ്റ്സ് ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ദി വുമൻ ഇൻ ദി ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ ലോക്സഭ. ലോക്സഭയിലെ വനിതകൾക്ക് വേണ്ടി റിസർവേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ പറയുന്ന 106ാമത്തെ അമെന്റ്മെന്റ് 33% ഈ പറയുന്ന വനിതാ സംവരണം എന്ന് പറയുന്ന കാര്യം റീസെന്റ് ആയിട്ട് നടന്ന കാര്യമാണ്. എക്സാമിന് ചോദിക്കാൻ 100% ഉറപ്പുള്ള ഒരു ചോദ്യം കൂടിയാണ്. മനസ്സിലാക്കി വെക്കുക. വനിതകൾക്ക് ഈ പറയുന്ന നിയമസഭകളിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ ഡൽഹി ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിക്കോട്ടെ എന്ത് ചെയ്തിട്ടുണ്ട്? സംവരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് ചോദ്യം. കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് വെക്കുക. ആർട്ടിക്കിൾ 330A ആണ്. 330 അല്ല, 330A ആണ് ശരി ഉത്തരം. മനസ്സിലായല്ലോ? എന്താ ആർട്ടിക്കിൾ 330A എന്ന് പറയുന്നത്? ഈ പറയുന്ന ഹൗസ് ഓഫ് പീപ്പിളിലേക്കാണ്. ഇനി 332A എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളിലേക്കാണ്. 239AA എന്ന് പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയിട്ടുള്ള ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിയിലേക്കുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള റിസർവേഷൻ ആണ്. ഈ പറയുന്ന 3 ആർട്ടിക്കിളും 106ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ചസ് ഉണ്ട്. അപ്പൊ 106ാമത്തെ അമെന്റ്മെന്റ് ആണ്. 2023 ആണ് വർഷം, സെപ്റ്റംബർ മാസമായിരുന്നു. ആ ഒരു കാര്യം വ്യക്തമായിട്ട് എക്സാമിന് നോക്കിയിട്ട് പോവാം. ഡെഫിനറ്റ്ലി അതൊരു ഗുണം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ള റിസർവേഷൻ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻസ് നിർത്തിയിട്ടുണ്ടെന്ന് ഓർമ്മ വരണം. ഈ പറയുന്ന EWSനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മ വരണം. എക്സാമിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ അല്ലേ? ഇനി ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 10-12ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുത്തത്. കാരണം വെച്ചാൽ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് പോയാൽ ഡെഫിനറ്റ്ലി എക്സാമിന് ഗുണം ചെയ്യും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് നിശ്ചിതമായിട്ടുള്ള ടൈം ഫ്രെയിമിനകത്ത് നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാക്സിമം നല്ല രീതിയിൽ പഠനം, പുതിയ കാര്യങ്ങൾക്ക് പോകാതെ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. നിങ്ങൾ ഡെഫിനറ്റ്ലി സെലക്ടഡ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. RRB NTPC പോലെയുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ RRBയുടെ പുതിയ എക്സാം കലണ്ടറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. SSC എക്സാമിനേഷൻ കലണ്ടർ വരുന്നുണ്ട്. സോ ഒരുപാട് ഒരു സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് 2025ലേക്ക് വരുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നമാണെങ്കിൽ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എൻട്രി കൂടെ ഉണ്ട്. അതിലേക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും, ഈ പറയുന്ന ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും എക്സാംസും ക്ലിയറൻസ് അടക്കമുള്ള മെന്റർഷിപ്പ് അടക്കമുള്ള ബാച്ചസ് എല്ലാം തന്നെ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗുണം ചെയ്യാനുള്ള ഈ പറയുന്നത് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ പറയുന്ന വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്ത് ചെയ്യുക? ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈൻ ഓഫ് പറയാണ്. ബൈ.